My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 89ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്, ഹെപ്പാർ സൾഫർ. നമ്മൾ നേരത്തെ പരിചയിച്ച സൈലീഷ്യ എന്ന ഔഷധവുമായിട്ട് അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അതുപോലെ സൾഫറുമായിട്ട് ഒക്കെ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഔഷധമാണ് ഹെപ്പാർ സൾഫർ. അതിൻ്റെ സവിശേഷതകളും അതിന് സമാനമായ ഔഷധങ്ങളിൽ നിന്നുള്ള അതിൻ്റെ സവിശേഷമായ വ്യത്യാസങ്ങളും എന്താണെന്ന് നമുക്ക് കെൻറ്റിൻ്റെ ഈ ലെക്ചറിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ആദ്യ ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇതിൻ്റെ തുടക്കത്തിലെ തന്നെ ഹെപ്പാർ സൾഫറിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു സ്വഭാവം എടുത്തു പറഞ്ഞുകൊണ്ടാണ് കെൻ്റ് ഇത് ആരംഭിക്കുന്നത്. ദ ഹെപ്പാർ പേഷ്യൻ്റ് ഈസ് ചില്ലി പേഷ്യൻ്റാണ്. ഹീ ഈസ് സെൻസിറ്റീവ് ടു ദ കോൾഡ് ആൻഡ് വാണ്ട്സ് ആൻ അൺയൂഷ്വൽ എമൗണ്ട് ഓഫ് ക്ലോത്തിങ് വെൻ ഇൻ കോൾഡ് എയർ. അപ്പോൾ തണുപ്പിനോട് അസാധാരണമാം വിധം സെൻസിറ്റീവാണ്. നമ്മൾ നേരത്തെ ചില ഔഷധങ്ങൾ തന്നെ കണ്ടിരുന്നു, തണുപ്പിനോട് വല്ലാത്ത സെൻസിറ്റിവിറ്റി. അതേപോലെ ഇതും ഹെപ്പാർ സൾഫറും തണുപ്പിനോട് വളരെ സെൻസിറ്റീവാണ്. തണുത്ത വായുവിലായിരിക്കുമ്പോൾ, തണുത്ത അന്തരീക്ഷത്തിലായിരിക്കുമ്പോൾ അൺയൂഷ്വൽ എമൗണ്ട് ഓഫ് ക്ലോത്തിങ്, സാധാരണ ഒരു വസ്ത്രം പാശ്ചാത്യ രാജ്യങ്ങളിലാണെങ്കിൽ ഒരു ഫർക്കോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അതും പോരാ അതിൻ്റെ മീതെ വീണ്ടും ഇടുക. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു സ്വെറ്റർ ഇട്ട് സ്വെറ്ററിൻ്റെ മേലെ വേറൊരു വസ്ത്രം ധരിച്ചു, അതും പോരാതെ വീണ്ടും വസ്ത്രം ധരിക്കുക, അങ്ങനെയുള്ള അവസ്ഥ. ആ ഒരു സ്വഭാവമാണ് ഹെപ്പാർ സൾഫറിന് വളരെയധികം എടുത്തു കാണിക്കുന്നതായിട്ടുള്ളത്. ഹി വാണ്ട്സ് ദ സ്ലീപ്പിംഗ് റൂം വെരി വാം ആൻഡ് ക്യാൻ എൻജോയർ മച്ച് ഹീറ്റ് ഇൻ ദ റൂം. അപ്പോൾ ഉറങ്ങുന്ന മുറി, ഉറക്കത്തിനും കൂടുതൽ പ്രശ്നമുണ്ട്, ഉറങ്ങുന്ന മുറി വളരെ അൺയൂഷ്വലി വാമായിരിക്കണം. അൺയൂഷ്വൽ വാംത്ത് അയാൾക്ക് സഹിക്കാൻ പറ്റും. സാധാരണ ഉറങ്ങുമ്പോൾ നമ്മളൊക്കെ ഒരു ടെമ്പറേറ്റ് അറ്റ്മോസ്ഫിയർ ആഗ്രഹിക്കുന്നവരാണ്, അധികം തണുപ്പോ അധികം ചൂടോ ഇല്ലാതെ. പക്ഷെ ഇങ്ങനെ ഈ ഹെപ്പാർ പേഷ്യൻ്റ് അങ്ങനെയല്ല, എത്ര ചൂടായാലും ബെഡ്റൂമിൽ എത്ര ചൂടായാലും അയാൾ സഹിക്കും, അയാൾക്ക് ഇഷ്ടമാണ്. മെനി ഡിഗ്രീസ് വാമർ ദാൻ എ ഹെൽത്തി പേഷ്യൻ്റ് ഓർഡിനറി ഡിസൈഡ്സ്. ഒരു ആരോഗ്യവാനായ വ്യക്തി, ഒരു ആരോഗ്യവാനല്ല ആരോഗ്യവതി ആഗ്രഹിക്കുന്നതിനേക്കാൾ നിരവധി ഡിഗ്രി ഹയർ ടെമ്പറേച്ചർ ഉള്ളൊരു മുറിയാണ് കിടന്നുറങ്ങാൻ ഹെപ്പാർ പേഷ്യൻ്റ് ആഗ്രഹിക്കുന്നത്. He has no endurance in the cold and all his complaints are made worse in the cold. അതേസമയം തണുപ്പുള്ള സമയത്ത് അയാൾക്ക് ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എൻഡ്യൂറൻസ് ഇല്ല. എൻഡ്യൂറൻസ് എന്ന് വെച്ചാൽ പിടിച്ചു നിൽക്കുക, സഹിച്ചു നിൽക്കുക. തണുപ്പിനോട് ഒട്ടും എൻഡ്യൂറൻസ് ഇല്ല, തണുപ്പ് ക്ലൈമറ്റ് അയാൾക്ക് പറ്റുകയുമില്ല. തണുപ്പിൽ എല്ലാ പ്രശ്നങ്ങളും വർദ്ധിക്കും. If he becomes cold in sleep, his complaints come on. Or if he is out in the cold, dry wind, complaints come on. Inflammatory and rheumatic complaints appear. ഉണ്ടോ? ഉറക്കത്തിൽ തണുപ്പടിച്ചു കഴിഞ്ഞാൽ, അൺയൂഷ്വലി ഹോട്ടല്ലാത്തൊരു മുറിയിൽ കിടന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അയാളുടെ പ്രശ്നങ്ങൾ ആരംഭിക്കും. ഉറക്കത്തിൽ സാധാരണ ഒരു ഹീലിംഗ് ഉണ്ടാകുന്ന സമയമാണ്, അമീലറേഷൻ സംഭവിക്കുന്ന സമയമാണ്. പക്ഷേ വേണ്ടത്ര ചൂടില്ലാത്ത, അസാധാരണ ചൂടില്ലാത്തൊരു മുറിയാണെങ്കിൽ ഈ വ്യക്തിയുടെ പ്രശ്നങ്ങൾ പുറത്തു വരാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അയാൾ തണുപ്പത്ത് പുറത്തേക്ക് പോയാലോ, ഒരു വരണ്ട കാറ്റ്, ഡ്രൈ കോൾഡ് വിൻഡ് അടിച്ചാലോ പ്രശ്നങ്ങൾ പുറത്തേക്ക് വരും. ഇൻഫ്ലമേറ്ററി പ്രശ്നങ്ങൾ, റൊമാറ്റിക് പ്രശ്നങ്ങൾ, ഇതൊക്കെ പുറത്തു വരാൻ തുടങ്ങും. ദ എക്സ്പോഷർ ഓഫ് ഹാൻഡ് ഓർ ഫുഡ് അറ്റ് നൈറ്റ് ഇൻ ബെഡ് ബ്രിങ്സ് ഓൺ സിംറ്റംസ്. രാത്രി ഉറക്കത്തിൽ മൊത്തം ബോഡി അൺകവേർഡ് ആവണമെന്നില്ല, കയ്യോ കാലോ ഒന്ന് പുറത്തു വന്നാൽ മതി, അത് മതി അയാൾക്ക് പ്രശ്നം ഉണ്ടാക്കാൻ. അതുകൊണ്ട് അയാളുടെ പ്രശ്നം അപ്പം അത്രയ്ക്ക് തണുപ്പിനോട് അത്രയ്ക്ക് സെൻസിറ്റീവാണ് ഹെപ്പാർ സൾഫർ പേഷ്യൻ്റ്. ഹി വാണ്ട്സ് ദ കവേഴ്സ് ഡ്രോൺ ക്ലോസ് അബൌട്ട് ദ നെക്ക് വെൻ ഇൻ ബെഡ്. ഉറക്കത്തിൽ ഈ കവറിങ് ഒക്കെ കഴുത്ത് വരെ, സാധാരണ നെഞ്ചു വരെ മറ്റുമൊക്കെ മൂടിയാൽ പോരാ, കഴുത്ത് വരെ മൂടി പുതച്ച് കിടക്കണം, അങ്ങനത്തെ ഒരു ആഗ്രഹം, മൊത്തം പുതച്ച് കിടക്കണം. ഇത്തരം ലക്ഷണങ്ങളൊക്കെ ആളുകൾ പറയുന്ന ലക്ഷണങ്ങളാണ്. മൊത്തം കഴുത്ത് വരെ പുതച്ച് മൂടണം, ചിലർ തലയും പുതച്ച് മൂടണം, ചിലർക്ക് തല പുതച്ച് മൂടാൻ പറ്റില്ല. അതൊക്കെ ഓരോരോ ഔഷധങ്ങളുടെ
സ്വഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം അത്തരം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയോ പറയുമ്പോൾ ശ്രദ്ധാപൂർവം അതിന് വില കൊടുക്കുകയോ ചെയ്യണം. ദിസ് പേഷ്യൻ്റ് ഈസ് ഓൾസോ ഓവർ സെൻസിറ്റീവ് ടു ഇംപ്രഷൻസ്, ടു സറൗണ്ടിങ്സ് ആൻഡ് ടു പെയിൻ. തണുപ്പിനോട് മാത്രമല്ല, ഇംപ്രഷൻസ്, ഇത് പരിസരത്തു നിന്നുള്ള ഓരോരോ ഒരു മാനസികമായ ഒരു സമ്മർദ്ദമാകാം, ശാരീരികമായൊരു സമ്മർദ്ദമാകാം. അങ്ങനെ എന്തെങ്കിലും ഇയാളെ ഇമ്പ്രസ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിനോട് സാധാരണ റിയാക്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഈ ഹെപ്പാർ സൾഫ് പേഷ്യൻ്റ് റിയാക്ട് ചെയ്യും. അതുപോലെ സറൗണ്ടിങ്സിനോട്, പരിസരങ്ങളോട്, പരിസരത്തുള്ള ടെമ്പറേച്ചർ ചേഞ്ചസിനോട്, പരിസരങ്ങളിലുള്ള ഒരു ആംബിയൻസ് മാറുമ്പോൾ, സറൗണ്ടിങ്സ് മാറുമ്പോൾ അതിനോടൊക്കെ ഹെപ്പാർ സൾഫ് പേഷ്യൻ്റ് ഓവർ സെൻസിറ്റീവാണ്. പെയിനോട്, വേദനയോട് ഓവർ സെൻസിറ്റീവാണ്. വേദന സഹിക്കാൻ പറ്റില്ല. വാട്ട് വിത്ത് ആൻ ഓർഡിനറി പേഴ്സൺ വുഡ് ഓൺലി ബി ആൻ ഏക്ക് ഓർ ഡിസഗ്രിയബിൾ സെൻസേഷൻ ബിക്കംസ് വിത്ത് ഹെപ്പാർ ആൻഡ് ഇൻറ്റൻസ് സഫറിങ്. അപ്പോൾ ചെറിയൊരു മുള്ളുകൊണ്ട്, ചെറിയൊരു മുറിവുണ്ടായി, സാധാരണ ആൾ ചെറിയൊരു വേദന, ചെറിയൊരു നൊമ്പരം എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നതിൻ്റെ കാരണം ഒരു പ്രശ്നം ഹെപ്പാർ പേഷ്യൻസിനെ സംബന്ധിച്ചോളം വലിയൊരു സഹനമാണ്. ഒരു മുള്ളു കൊണ്ടാലോ, ഒന്ന് കാലൊന്ന് മുറിഞ്ഞാലോ, ഒന്ന് ചെറിയ ചതവ് പറ്റിയാലോ അത് വലിയൊരു സഹനമായിട്ട് എടുക്കുന്നൊരു വ്യക്തി. അത് അവർ പെയിനോട് ഓവർ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ്. അത് ഹെപ്പാർ സൾഫ് കവർ ചെയ്യുന്നുണ്ട്. ബട്ട് ദ പെയിൻസ് ഓഫ് ഹെപ്പാർ മേ ബി വെരി സീവിയർ, വെരി ഷാർപ്പ്. അപ്പോൾ ഹെപ്പാർ പേഷ്യൻറ്റിൻ്റെ വേദനകൾ വളരെ സീവിയറായിട്ട്, വളരെ ഷാർപ്പായിട്ട് അനുഭവിക്കും. ഇൻഫ്ലെയിംഡ് സ്പോട്ട്സ്, ഇറപ്ഷൻസ്, ബോയിൽസ് ഓർ സൂപ്പറേഷൻസ് ആർ ഫുൾ ഓഫ് ഷാർപ്പ് പെയിൻസ്. അപ്പോൾ ചെറിയൊരു ഇറപ്ഷൻ, ഇൻഫ്ലമേഷൻ വന്ന സ്പോട്ടുകൾ, ബോയിൽസ്, സൂപ്പറേഷൻ, എന്തെങ്കിലും പഴുപ്പെന്തെങ്കിലും വന്ന അവസ്ഥകൾ, ഇവിടെയൊക്കെ അയാൾക്ക് വലിയ വേദന ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. സാധാരണ ചെറിയൊരു പഴുപ്പുണ്ടായി, ചെറിയ ഇൻഫ്ലമേഷൻ ഉണ്ടായി, ചെറിയൊരു വേദന, ഒന്ന് തടവിയോ ചൂട് പിടിച്ചോ അല്ല തണുപ്പ് വെച്ചോ ഒക്കെ മാറേണ്ടുന്നൊരു വിഷയം ഹെപ്പാർ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സഫറിങ്ങാണ്. ആ സഫറിങ്ങിന് ഒരു സവിശേഷമായ സ്വഭാവങ്ങളുണ്ട്. ദിസ് ഈസ് സോ ഇൻറ്റൻസ് ദാറ്റ് ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് അറ്റ് ടൈംസ് ആസ് എ സ്റ്റിക്കിംഗ് ആൻഡ് ജാഗിങ് ലൈക്ക് ഷാർപ്പ് സ്റ്റിക്സ്. ഉണ്ടോ? ഈ വേദനയെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? സ്റ്റിക്കിങ്, ജാഗിങ് എന്ന് വെച്ചാൽ ഇങ്ങനെ കത്തി കൊണ്ട് കുത്തുന്ന മാതിരി വേദന. ചെറിയൊരു വേദന, സാധാരണഗതിയിൽ ചെറിയൊരു വേദനയെ സംബന്ധിച്ചോളം ഹെപ്പാർ പേഷ്യൻ്റ് അത് അനുഭവിക്കുന്നത് വല്ലാതെ കുത്തുന്ന വേദനയായിട്ട്, കത്തി കൊണ്ട് കുത്തുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന. ജാഗിങ് എന്തുകൊണ്ടാണ്? ഷാർപ്പ് സ്റ്റിക്സ്, മൂർച്ചയേറിയ കമ്പുകൾ കൊണ്ട്. ഈ കമ്പുകൾ എന്ന് പറയുന്നത് ഹെപ്പാറിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നീട് പറയുന്നുണ്ട് ഈ കമ്പുകളുടെ ഒരു സെൻസേഷൻ, കമ്പ് കൊണ്ട് കുത്തുക, കമ്പുകൾ നിറഞ്ഞിരിക്കുക. അപ്പോൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഹെപ്പാർ മനസ്സിലേക്ക് വരണം. ദ പെയിൻസ് ഇൻ അൾസേഴ്സ് ആർ ഓഫൺ ഫെൽറ്റ് ലൈക്ക് സ്റ്റിക്സ്, ഇൻറ്റൻസ് ആൻഡ് ഷാർപ്പ് ആസ് ഇഫ് സ്റ്റിക്സ് വെർ ജാഗിങ് ദ അൾസർ. ഉണ്ടോ? ആ മുറിവിൽ, ആ പഴുപ്പിൽ ഈ കമ്പുകൾ, മൂർച്ചയേറിയ കമ്പുകൾ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്ന പോലെ ഉള്ള വേദന, ഇൻറ്റൻസ് പെയിൻ, കമ്പുകൾ കൊണ്ട് കുത്തുന്ന പോലെ വേദന എല്ലായിടത്തും ഉണ്ടത്. വേദനകൾ, ഈ അൾസേഴ്സിലുള്ള വേദനകളെല്ലാം ഈ കമ്പുകൾ കയറിയിരിക്കുന്ന പോലത്തെ ഒരു സെൻസേഷൻ, അങ്ങനത്തെ വളരെ ടിപ്പിക്കലായിട്ടൊരു പെയിനാണ്. ദ സെൻസേഷൻ ഇസ് ഓഫൺ എക്സ്പ്രസ്ഡ് ബൈ ദ പേഷ്യൻറ്റ് സഫറിങ് ഫ്രം സോർ ത്രോട്ട്. തൊണ്ടക്ക് ഒരു ചെറിയൊരു കിരികിരിപ്പ്, ഒരു സോർ ത്രോട്ട്, തണുപ്പിടിച്ചാൽ സാധാരണയൊക്കെ ഉണ്ടാകുന്ന പോലുള്ളൊരു സോർ ത്രോട്ട്, ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഹെപ്പാർ പേഷ്യൻ്റ് ഈ കമ്പുകൾ കുത്തിയ മാതിരി, അല്ലെ കമ്പുകൾ നിറഞ്ഞിരിക്കുന്ന മാതിരിയാണ് അയാൾ അതിനെ അനുഭവിക്കുന്നത്. സാധാരണ സോർ ത്രോട്ടായിട്ട് ഒന്ന് ചൂടുവെള്ളം ഗർഗിൾ ചെയ്താലോ മറ്റൊക്കെ മാറുന്നൊരു പ്രശ്നം ഇയാളെ സംബന്ധിച്ചിടത്തോളം കുറേ കമ്പുകൾ കയറി കുത്തിക്കയറി ഇരുന്നാലുള്ള പോലുള്ളൊരു ഫീലാണ്. അങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെപ്പാറിനെ കുറിച്ച് ചിന്തിക്കാം. ഹി ഫീൽസ് ആസ് ഇഫ് ഹി ഹാഡ് സോളോഡ് എ ഫിഷ് ബോൺ ഓർ സ്റ്റിക്ക്. കണ്ടോ? ഒരു സോർ ത്രോട്ട് ഉണ്ടാക്കിയാൽ എങ്ങനെയാണ്? മീനിൻ്റെ മുള്ള് കുത്തിക്കയറിയിരുന്ന പോലുള്ള വേദന, അല്ലെങ്കിൽ കമ്പ് കുത്തിക്കയറുന്ന വേദന. ഒരു കമ്പോ അല്ലെങ്കിൽ മീനിൻ്റെ മുള്ളോ വിഴുങ്ങിക്കഴിഞ്ഞാൽ ആ തൊണ്ടയിൽ പോയി തടഞ്ഞിരുന്നു കഴിഞ്ഞാൽ എന്തുമാത്രം പ്രയാസം ഉണ്ടാവും. ഒരു ചോക്കിങ്, സ്റ്റിക്കിങ്, ജാഗറിങ് പെയിൻസ് ആയിരിക്കും. അങ്ങനത്തെ ഒരു പെയിനാണ് ഒരു സാധാരണ സോർ ത്രോട്ട് പോലും ഒരു ഹെപ്പാർ പേഷ്യൻ്റ് ഉണ്ടാക്കുന്നത്. ദിസ് ഈസ് ഇൻ കീപ്പിംഗ് വിത്ത് ദ ജനറൽ ക്യാരക്ടർ ബിക്കോസ് ഇറ്റ് ഈസ് പ്രസൻറ്റ് എവരിവെയർ.
in inflammations, ulcers, pustules, boils, and eruptions. All seems to have sticks in them or something jagging. ഈ സ്റ്റിക്കി അല്ല സ്റ്റിക്സ് ഉള്ളൊരു സെൻസേഷൻ, സ്റ്റിക്സ് ഇങ്ങനെ കുത്തിത്തറച്ചിരിക്കുന്ന സെൻസേഷൻ തൊണ്ടയിൽ മാത്രമല്ല എല്ലായിടത്തും. ഒരു പരുവുണ്ടെങ്കിൽ, പഴുപ്പുണ്ടെങ്കിൽ, നീർക്കെട്ടുണ്ടെങ്കിൽ, ഒരു കുമിളയുണ്ടെങ്കിൽ, ശരീരത്തിൽ എന്തുണ്ടെങ്കിലും ഈ കമ്പുകൾ കുത്തിയിരിക്കുന്ന പോലൊരു സെൻസേഷൻ. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ ഹെപ്പാറിൻ്റെ ഒരു ജനറൽ സിംറ്റമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇറപ്ഷൻസ് ആർ സെൻസിറ്റീവ് ടു ടച്ച്. ഒരു ചെറിയൊരു ഇറപ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ടച്ചിന് സെൻസിറ്റീവാണ്, അപ്പോൾ തൊടാൻ പറ്റില്ല. നമ്മൾ ആർണിക്കയിലൊക്കെ പറഞ്ഞ മാതിരി തൊടാൻ വന്നു കഴിഞ്ഞാൽ ആൾ ഞെട്ടും, ചെറിയൊരു ഇറപ്ഷൻ ഉണ്ടായാൽ പോലും. ദിസ് അക്കോർഡ്സ് വിത്ത് ദ ഓവർ സെൻസിറ്റീവ്നെസ് ഓഫ് ദ നെർവ്സ് ഫൗണ്ട് എവരിവെയർ. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണമാണ് എൻ്റെ പറയുന്നത്, ശരീരത്തിൻ്റെ എല്ലായിടത്തുമുള്ള നാഡികളുടെ ഈ വേദനയും മറ്റ് അനുഭൂതികളുമൊക്കെ അറിയുന്ന നാഡികളുടെ ഓവർ സെൻസിറ്റീവാണ് ഇവിടുത്തെ പ്രശ്നം. ആ ഓവർ സെൻസിറ്റീവിനെ സ്റ്റിക്സ് കുത്തിയിരിക്കുന്നത് പോലെ ഒരു ഹെപ്പാർ പേഷ്യൻ്റ് തിരിച്ചറിയുന്നു. ദ ഹെപ്പാർ പേഷ്യൻ്റ് ഫെയിൻസ് വിത്ത് പെയിൻ ഈവൻ ഫ്രം സ്ലൈറ്റ് പെയിൻ. ഉണ്ടോ, ചെറിയ വേദനയോട് സെൻസിറ്റീവാണ്, ഓവർ സെൻസിറ്റീവാണ്, കമ്പുകൾ കുത്തിയിരിക്കുന്ന പോലെ തോന്നുന്നു. അതുമാത്രമല്ല, വേദന വന്നു കഴിഞ്ഞാൽ ബോധം കെട്ട് പോവുകയും ചെയ്യും. ഇങ്ങനെ ഞാൻ കളമശ്ശേരിയിൽ താമസിക്കുമ്പോഴാണെന്ന് തോന്നുന്നു, ഞങ്ങളുടെ അടുത്ത വീട്ടിൽ താമസിച്ചിരുന്നൊരു പെൺകുട്ടി, അതിന് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവസ്മാരം വരുന്നൊരു കുട്ടിയായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചത് ഈ ഒരു വിഷയം, അതിൻ്റെ മൂത്ത സഹോദരി എന്നോട് വന്ന് ഈ ഒരു പ്രശ്നം പറഞ്ഞു. ചെറിയൊരു വേദന ഉണ്ടായാൽ മതി, കാരണം വെച്ചാൽ മൂത്ത സഹോദരി ഇതൊന്നും തല്ലി, ഇപ്പോൾ വേദനിച്ചു, പക്ഷേ ബോധം കെട്ടുപോയി. അപ്പോൾ എപ്പിലെപ്സി ആണോന്ന് കരുതി പേടിച്ചു, അങ്ങനെ എൻ്റെ അടുത്ത് വന്നതാണ്. അത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ ഇടയ്ക്ക് ഹെപ്പാർ ഇങ്ങനെ ഓടിച്ചു വായിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ഓർമ്മ വന്നു. ഞാൻ ആ കുട്ടിയെ ഡോക്ടർ ജൻബാബുവിൻ്റെ അടുത്ത് കൊണ്ടുപോയി കേസ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിച്ചിരുന്നില്ല. ടിപ്പിക്കൽ ഹെപ്പാർ പേഷ്യൻ്റ് ആയിരുന്നു, ടിപ്പിക്കൽ ഹെപ്പാർ പേഷ്യൻ്റ്. ഹെപ്പാർ സൾഫർ ഡോസ് കൊടുത്തു, ഒന്ന് റിപ്പീറ്റ് ചെയ്തെന്ന് തോന്നുന്നു. ഏതായാലും ആ കുട്ടിയുടെ എപ്പിലെപ്സി മാറിപ്പോയി. എപ്പിലെപ്സി ആയിരുന്നു അതിൻ്റെ ഒരു വലിയ പ്രശ്നമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. എപ്പിലെപ്സി ഇതിലുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എപ്പിലെപ്സി മാറിപ്പോയി. അത് സ്കൂളിൽ സുഖമായിട്ട് പോയി തുടങ്ങി. പലപ്പോഴും സ്കൂളിൽ നിന്ന് ആ കുട്ടിയെ കൊണ്ടുവരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സ്കൂളിലേക്ക് പോകുന്ന വഴി എൻ്റെ വീടിൻ്റെ മുമ്പിൽ വെച്ച് എപ്പിലെപ്സി ഒന്ന് വീണുണ്ട്, ഞാൻ പോയി അതിനെടുത്തിട്ടുണ്ട്. പക്ഷേ ഹെപ്പാറിൻ്റെ ഈ ഒരു സിംറ്റം ശ്രദ്ധിച്ചപ്പോഴാണ് അതിന് കൃത്യമായിട്ടുള്ള ഔഷധം കിട്ടിയത്. അതിൻ്റെ പല വർഷങ്ങൾ മാറിപ്പോയി. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ചോദിച്ചു. ഈ തണുപ്പിനോടുള്ള ഓവർ സെൻസിറ്റീവ്നെസ്, ചൂടിനോടുള്ള വലിയ താല്പര്യം, ഒത്തിരി കട്ടി ഉടുപ്പെടണമെന്നൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. അത് പിന്നീട് അറിയുന്നത്. അതിലൊക്കെ മാറ്റം വന്നു. ആ കുട്ടിയുടെ ഒരു ബിഹേവിയർ തന്നെ മാറിപ്പോയി. ദിസ് റെമഡി ബിലോങ്സ് ടു പേഷ്യൻസ് ദാറ്റ് ആർ കോൾഡ് ഡെലിക്കേറ്റ്സ്, ദാറ്റ് ആർ ഓവർ സെൻസിറ്റീവ് ഇംപ്രഷൻസ്. ഡെലിക്കേറ്റ് എന്നൊരു പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയില്ലേ, തൊട്ടാവാടി, പച്ച മലയാളത്തിൽ പറയുന്നത് തൊട്ടാവാടി സ്വഭാവം. അത് തൊട്ടാവാടി സ്വഭാവം. ഒന്ന് നുള്ളിയാൽ മതി, വേദനയോട് കരയും. അത് ഓവർ സെൻസിറ്റീവ് കൊണ്ടാണ്, വേദനയോടുള്ള ഓവർ സെൻസിറ്റീവ്, അതിൻ്റെ നെർവ്സിൻ്റെ പ്രശ്നമാണത്. നമ്മളവരെ കളിയാക്കുകയോ TCA ചെയ്തിടത്തും കാര്യമൊന്നുമില്ല, അവർക്ക് ചികിത്സ ആവശ്യമുണ്ട്. ദ മൈൻഡ് ടേക്സ് പാർട്ട് ഇൻ ദ ഓവർ സെൻസിറ്റീവ്നെസ് ആൻഡ് മാനിഫെസ്റ്റ് ഇറ്റ് സെൽഫ് ബൈ എ സ്റ്റേറ്റ് ഓഫ് എക്സ്ട്രീം ഇറിറ്റബിലിറ്റി. അപ്പോൾ ഈ ഓവർ സെൻസിറ്റീവ്നെസ്സിൽ മനസ്സ് അത് പങ്കെടുക്കുന്നു, മനസ്സും ഇൻവോൾവ് ആണ്. അത് എക്സ്ട്രീം ഇറിറ്റബിലിറ്റി, വല്ലാത്ത ഇറിറ്റബിലിറ്റിയിലേക്കാണ് അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. മനസ്സിൻ്റെ ഇറിറ്റബിലിറ്റി ആയിട്ട് ഈ ഒരു ഓവർ സെൻസിറ്റീവ്നെസ് ഇറിറ്റബിലിറ്റി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു. എവറി ലിറ്റിൽ തിങ്സ് ദാറ്റ് ഡിസ്റ്റർബ്സ് ദ പേഷ്യൻറ്റ് മേക്സ് ഹിം ഇൻറ്റൻസ്ലി ആംഗ്രി, അബ്യൂസീവ് ആൻഡ് ഇമ്പൾസീവ്. അപ്പോൾ പേഷ്യൻറ്റിനെ ശല്യപ്പെടുന്ന ഒരു നിസ്സാര കാര്യം മതി, പക്ഷേ വല്ലാതെ ദേഷ്യപ്പെടുന്നു, അബ്യൂസ് ചെയ്യുന്നു, ഇമ്പൾസീവ് ആവുന്നു. നോക്കിയേ, അത്രമാത്രം വലിയ സ്വഭാവ വൈകല്യമാണ്. പിന്നീട് കോറൽസം എന്ന നേച്ചർ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, വീട്ടിൽ വലിയ വഴക്കളിയുമായിരുന്നു. അപ്പോൾ അവസ്മാരത്തിൻ്റെ ഒരു പ്രശ്നം, അവസ്മാരം ഉണ്ടാകുന്ന പ്രശ്നം എന്നാണ് പൊതുവെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലൊക്കെ പിന്നീട് ഒരു സെക്കൻഡ് ഡോസ് കഴിഞ്ഞ ശേഷം ആ സ്വഭാവങ്ങളിലൊക്കെ വലിയ മാറ്റം. ഞാനവിടുന്ന് പോരുന്നവരെ 94 മധ്യത്തോട് ഞാൻ അവിടുന്ന് പോരുന്നത്.
ആ സമയം വരെ ആ കുട്ടിയെ ഞാൻ ഒബ്സർവ് ചെയ്തിരുന്നു. ബിഹേവിയറിലൊക്കെ മാറ്റം വന്നിരുന്നു. ദ ഇമ്പൾസസ് വിൽ ഓവർവെൽം ഹിം ആൻഡ് മേക്സ് ഹിം വിഷ് ടു കിൽ ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് ഇൻ ആൻ ഇൻസ്റ്റൻറ്റ്. ഉണ്ടോ, ആ ഒരു ഇമ്പൾസ്, ആ ഒരു ഉത്തേജനം അയാളെ ഓവർവെൽം ചെയ്യുന്നു, ആ വ്യക്തിയെ കീഴടക്കി കളയുന്നു. ഉണ്ടോ, എന്നിട്ട് ഏറ്റവും അടുത്ത സുഹൃത്തിനെ പോലും കുത്തിക്കൊല്ലാൻ തോന്നുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കണം. നമ്മുടെ സമൂഹത്തിലുള്ള കുറ്റകൃത്യങ്ങൾ, കുറ്റവാസനകൾ, കോടതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സുഹൃത്തുക്കളൊക്കെയുണ്ട്, അഭിഭാഷകരും നിയമപാലകന്മാരും. ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുള്ളത്, ചില കൊലപാതകങ്ങൾ പിന്നീട് വിചാരണ വേളയിൽ അവർ വല്ലാതെ റിപ്പൻറ്റ് ചെയ്യും. പെട്ടെന്ന് ആ ഒരു നിമിഷത്തിൻ്റെ ഇമ്പൾസിൽ അവർക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റിയില്ല, അങ്ങനെ ചെയ്തു പോയതാണ്. ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു, പക്ഷേ അവർ ആ ഇമ്പൾസ് അവരെ ഓവർവെൽം ചെയ്തു, അവരെ കീഴടക്കി കളഞ്ഞു. അപ്പം അതൊരു മനസ്സിൻ്റെ ഒരു ഓവർ സെൻസിറ്റിവിറ്റിയാണ്. അതിനെ ചികിത്സിക്കേണ്ട കേസുകളാണ്, അവരെ കറക്റ്റ് ചെയ്യേണ്ടവരാണ്. ശിക്ഷ കൊണ്ടോ മറ്റോ ഒന്നും അതിന് മാറ്റം വരികയൊന്നുമില്ല. അപ്പോൾ എപ്പാർസെൽഫ് പോലുള്ള ഔഷധങ്ങൾ അതിന് ഉപകരിക്കും. അപ്പോൾ ഹോമിയോപ്പതി പഠിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തോളം നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറും. ബന്ധങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, സമൂഹത്തിലെ ദുരിതങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, സമൂഹത്തിലെ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിന് മൊത്തം മാറ്റം വരും നമ്മൾ ഹോമിയോപ്പതി കടന്നു ചെല്ലുമ്പോൾ. ആളുകളെ രോഗിയായി കാണാനുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് കിട്ടണം. ലെസർ റൈറ്റിങ്സിലൊക്കെ എന്ത് പറയുന്നുണ്ട്, എവരി ടോം ഡിക്ക് ആൻഡ് ഹാരി എന്ന് ഇംഗ്ലീഷിൽ പ്രയോഗമുണ്ട്. അതിന് പകരം എവരി സൾഫർ പൾസാറ്റില്ല കൽക്കേറിയ നാട്രം, അങ്ങനെ പറയുന്നൊരവസ്ഥ. ആളുകളെ അങ്ങനെ രോഗികളായി, ഒരു ഔഷധം ആവശ്യം, ഇന്ന ഔഷധങ്ങൾ ആവശ്യമുള്ള രോഗികളായി കാണുന്ന ഒരു കാഴ്ചപ്പാട്, ആ ഒരു ഡെപ്ത്ത് മെറ്റീരിയ മെഡിക്കയിലും മെഡിക്കൽ ഫിലോസഫിയിലുള്ള ഒരു ഡെപ്ത്ത് നിങ്ങൾ ക്രമേണ നേടിയെടുക്കണം. ഈ പഠന കാലങ്ങളിൽ തന്നെ അതിനുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ ആരംഭിക്കണം. ഈ ഹെപ്പാസൾഫിനെ കുറിച്ച് പറയുന്നത്, ഈ ഇമ്പൾസീവ്നെസ് ഒക്കെ പറഞ്ഞാൽ നല്ലൊരു ടെസ്റ്റ് കേസാണ്. ഇമ്പൾസസ് ഓൾസോ ദാറ്റ് ആർ വിത്തൗട്ട് കോസ് സംടൈംസ് ക്രോപ്പ് ഔട്ട് ഇൻ ഹെപ്പാർ. കാരണമില്ലാതെ, നേരത്തെ ഒരു നിസ്സാര കാര്യം എന്ന് പറഞ്ഞു, ഇനി കാരണമൊന്നും വേണ്ട, ഒരു കാരണമില്ലാതെ ഒരാൾ ഇമ്പൾസീവ് ആകാം, കോറൽസം ആകാം. ഉണ്ടോ, എത്രത്തോളം അയാളുടെ നാഡികൾ, അയാളുടെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ നിയന്ത്രിക്കുന്ന നാഡികൾ എത്രത്തോളം സെൻസിറ്റീവ് ആണെന്ന് നമ്മൾ ആലോചിക്കണം. എ മാൻ മേ ഹാവ് എ സഡൻ ഇമ്പൾസ് ടു സ്റ്റാബ് ഹിസ് ഫ്രണ്ട്. തൻ്റെ സുഹൃത്തിനെ പെട്ടെന്ന് കുത്താനുള്ളൊരു ഇമ്പൾസ് ഉണ്ടാകാം. ഉണ്ടോ, അടുത്ത സുഹൃത്താണ്, പക്ഷേ പെട്ടെന്നൊരു ഇമ്പൾസ് ഉണ്ടാകുന്നു. ഇത്തരം സെൻസേഷൻസ് പല ഔഷധങ്ങളുമുണ്ട്. വേറൊരു ഔഷധത്തിൽ വായിച്ചായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, സ്വന്തം കുഞ്ഞിനെ ഇവരെയൊക്കെ വലിച്ചെറിയണമെന്നുള്ള ചിന്ത. ചെയ്തു കഴിഞ്ഞായിരിക്കും അതിനെക്കുറിച്ച് അവർ റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ ചികിത്സിച്ച് ഭേദപ്പെടുത്തേണ്ട കേസുകളാണ് അതൊക്കെ. ബാബർ ഹാസ് ആൻ ഇമ്പൾസ് ടു കട്ട് ദ ത്രോട്ട് ഓഫ് ഹിസ് പാട്രൺ വൈൽ ഇൻ ദ ചെയർ. ഒരു ഉദാഹരണം പറയുകയാണ്, ഒരു മുടിവെട്ടുകാരൻ, അയാളുടെ ഒരാൾ വന്ന് മുടിവെട്ടായിരിക്കുകയാണ്. മുടിവെട്ടുകാരൻ്റെ കയ്യിൽ കത്തിയും കത്രികയും ബ്ലേഡും ഒക്കെ ഉണ്ടാവും. പെട്ടെന്നൊരു അസാധാരണ തോന്നലുണ്ടാകുന്നു, തന്നെ മുന്നിലിരിക്കുന്ന ആളുടെ കഴുത്ത് മുറിച്ച് കളയണമെന്ന്. പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കാരണമില്ലാത്ത ഇമ്പൾസസ് പലർക്കും ഉണ്ടാകാം. ഒരിക്കലും ഇങ്ങനെ ഒരു രോഗിയുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പുള്ളി പറഞ്ഞു, പെട്ടെന്ന് നമ്മൾ വിസർജ്യം, മലം കണ്ടു കഴിഞ്ഞാൽ വാരി തിന്നണമെന്ന് തോന്നുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പലപ്പോഴും കൈ നീണ്ടുപോകുന്നതാണ് പറയുന്നത്. ആ രോഗിയും ഭാവിച്ചെടുത്ത് ഞാൻ കൊണ്ടുവന്നു, കേസെടുത്തു, ആ പ്രശ്നം മാറിപ്പോയി ആളുടെ. അപ്പോൾ അത്ര അൺയൂഷ്വൽ ഇമ്പൾസസ്, അതിൻ്റെ വിശദീകരണമില്ല, അവർക്ക് തന്നെ വിശദീകരിക്കാൻ പറ്റില്ല. മദേഴ്സ് മേ ഹാവ് ആൻ ഇമ്പൾസ് ടു ത്രോ ദ ചൈൽഡ് ഇൻ ടു ദ ഫയർ ഓർ ആൻ ഇമ്പൾസ് ടു സെറ്റ് ഹെയർസെൽഫ് ഓൺ ഫയർ, ആൻ ഇമ്പൾസ് ടു ഡു വയലൻസ് ആൻഡ് ടു ഡിസ്ട്രോയ്. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഔഷധത്തിൽ തന്നെയാണ്. വേറെ ഏതൊരു ഔഷധത്തിൽ കൂടി അങ്ങനെ ഞാൻ വായിച്ചായിട്ട് ഓർക്കുന്നുണ്ട്. സ്വന്തം കുഞ്ഞിനെ തീയിലെറിഞ്ഞ് കളയാനുള്ളൊരു ഇമ്പൾസ്. കണ്ടോ, ഒരു വയലൻസ് കാണിക്കാൻ, അക്രമം കാണിക്കാൻ, നശിപ്പിക്കാൻ, സ്വയം തീ കൊളുത്താൻ, അങ്ങനെയൊക്കെയുള്ള ഇമ്പൾസ് ഉണ്ടോ. ദീസ് സിംറ്റംസ് ഇൻക്രീസ് ടു ഇൻസാനിറ്റി. ഈ പ്രശ്നങ്ങൾ കൂടി വന്ന് അവസാനം മനോവിഭ്രാന്തിയിലേക്ക് എത്തും. അതിൻ്റെ ഒരു ലോജിക്കൽ കൺക്ലൂഷൻ. ആൻഡ് ദി ഇമ്പൾസസ് ആർ ഓഫൺ ക്യാരിഡ് ഔട്ട്. ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ മനസ്സിനെ നിയന്ത്രണം വിട്ടുപോയി. ആ അവസ്ഥ എത്തി കഴിഞ്ഞാൽ പിന്നെ
ഈ ഇമ്പൾസ് എന്ത് തോന്നുന്നു അത് ചെയ്യും. അപ്പം അതിന് മുൻപ് വരെ അതിനുള്ള തോന്നലാണ്. ആ തോന്നലിനെ സ്വയം റെസ്ട്രെയിൻ ചെയ്യും. പക്ഷേ മനസ്സിനെ നിയന്ത്രണം വിട്ടുപോയി കഴിഞ്ഞാൽ, അതാണല്ലോ ഇൻസാനിറ്റി എന്ന് പറയുന്നത്, മനസ്സിലെ നിയന്ത്രണം വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അവർ സ്വന്തം കുഞ്ഞിനെ തീയിലെറിയും, സ്വന്തം സുഹൃത്തിനെ കുത്തും, ഒരു മുടിവെട്ടുകാരനാണെങ്കിൽ അയാളുടെ മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ കഴുത്തറക്കും, സ്വയം മുറിവേൽപ്പിക്കും, സ്വയം തീയിൽ ചാടും, ആത്മഹത്യ ചെയ്യും. അത് ഇൻസാനിറ്റിയുടെ അവസ്ഥയാണ്. അപ്പോൾ സാനിറ്റിയും ഇൻസാനിറ്റിയും തമ്മിലുള്ളൊരു നേർത്ത അതിർവരമ്പാണ്. വർദ്ധിച്ച് മനസ്സിൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നിയന്ത്രണം പോയി. അതിനു മുൻപ് അവർ രണ്ടവസ്ഥകളെയും എപ്പാർ സെൽഫ് കവർ ചെയ്യുന്നുണ്ട്. ദ പേഷ്യൻ്റ് ഈസ് കോറൽസം, ഹാർഡ് ടു ഗെറ്റ് അലോങ് വിത്ത്, നത്തിങ് പ്ലീസസ്, എവരിബഡി ഡിസ്റ്റർബ്സ്, ഓവർ സെൻസിറ്റീവ് ടു പേഴ്സൺസ്, ടു പീപ്പിൾ ആൻഡ് ടു പ്ലേസസ്. കണ്ടോ, അത്രമാത്രം ദുരിതം അനുഭവിക്കുന്ന ഒരു പേഷ്യൻ്റാണ്. അയാൾ സ്വയം അനുഭവിക്കും, മറ്റുള്ളവർക്കത് ദുരിതമാകുകയും ചെയ്യും, കുടുംബത്തിനും സമൂഹത്തിനും. കണ്ടോ, കോറൽസം, വഴക്കാളിയാണ്. ഹാർഡ് ടു ഗെറ്റ് അലോങ് വിത്ത്, അയാളുടെ ഒപ്പം കഴിഞ്ഞുകൂടാൻ പറ്റില്ല. ചിലർ പറയില്ലേ, ചില ദമ്പതിമാർ ചില പറയും അയാളോടൊപ്പം, ജീവിത പങ്കാളിയോടൊപ്പം കഴിഞ്ഞുകൂടാൻ പറ്റുന്നില്ല. അപ്പോൾ അത്രക്ക് കോറൽസം വേണം. നത്തിങ് പ്ലീസ്, അയാളെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. ആ വ്യക്തിയെ എന്ത് കൊടുത്തും, പണം കൊടുത്തോ ഭക്ഷണം കൊടുത്തോ അയാൾ പറയുന്നത് ചെയ്തു കൊടുത്തോ തൃപ്തിപ്പെടാൻ പറ്റില്ല. അപ്പോൾ അടുത്ത പ്രശ്നം കടന്നു വരും. എവരിബഡി ഡിസ്റ്റർബ്സ്, അയാളെ സംബന്ധിച്ചോളം എല്ലാവരും അയാളെ ഡിസ്റ്റർബ് ചെയ്യും. എല്ലാവരും അയാൾക്ക് ഡിസ്റ്റർബൻസാണ്. രണ്ട് തരത്തിലാണ്, മ്യൂച്വലാണ്. അയാൾക്കും ഡിസ്റ്റർബൻസ് ആയി തോന്നുന്നു, അയാൾ മറ്റുള്ളവർക്കും ഡിസ്റ്റർബൻസ് ആയി തീരുന്നു. ഓവർ സെൻസിറ്റീവ്നെസ് ടു പേഴ്സൺസ്, വ്യക്തികളോട് ഓവർ സെൻസിറ്റീവ്നെസ്. അപ്പോൾ അത് അയാൾക്കും ദുരിതമാണ്, അയാളെ കൊണ്ട് മറ്റുള്ളവർക്കും ദുരിതമാണ്. ടു പീപ്പിൾ ആൻഡ് ടു പ്ലേസസ്, വ്യക്തികളോട് മാത്രമല്ല സ്ഥലങ്ങളോടും. സ്ഥലങ്ങൾ ഇഷ്ടമല്ല, വേറെ സ്ഥലം മാറുന്നു, അതും ഇഷ്ടമല്ല. അപ്പോൾ ഒരു ഹെപ്പാർ പേഷ്യൻ്റെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ശാരീരികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ശരീരം കൊണ്ട് തന്നെ അയാളുടെ ഹൈപ്പർ സെൻസിറ്റീവ്നെസ്, തണുപ്പൊട്ടും താങ്ങാൻ പറ്റുന്നില്ല, അൺയൂഷ്വൽ എമൗണ്ട് ഓഫ് ഡ്രസ്സ് ധരിക്കുന്നു വരുന്നു. അപ്പോൾ എല്ലാം അൺയൂഷ്വലാണ്, മാനസികാവസ്ഥ അൺയൂഷ്വലാണ്. ആളുകളോട് ഒത്തുചേരാൻ പോകുന്നില്ല, സ്വന്തം കുഞ്ഞിനോട് തന്നെ അക്രമം ചെയ്യാൻ, എല്ലാവരോടും അക്രമം പ്രവർത്തിക്കാനും ചെയ്യുന്നൊരവസ്ഥ. നിസ്സാരമായ വേദന പോലും അയാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത്രയധികം സഫറിങ് ഉള്ളൊരു പേഷ്യൻ്റാണ് ഹെപ്പാർ സൾഫർ പേഷ്യൻ്റ്. ഇതുപോലെ നമ്മുടെ ഒട്ടുമിക്ക ഔഷധങ്ങൾക്കും ഇതേപോലുള്ള വളരെ ദുരിതം പിടിക്കുന്ന മാനസികാവസ്ഥകളെ സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങളുണ്ട്. അത് ശരിയായി മനസ്സിലാക്കുകയും നിങ്ങളുടെ മുന്നിൽ വരുന്ന രോഗികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഉചിതമായ ഔഷധങ്ങൾ പ്രയോഗിക്കാൻ സാധിച്ചാൽ അത് സമൂഹത്തിനും മാനവരാശിക്കും ചെയ്യുന്ന വലിയൊരു സേവനമായിരിക്കും. ഹോമിയോപ്പതിയുടെ മഹത്വം അതാണ്. വെറുതെ വരുന്ന ഒരാളുടെ പനി മാറ്റി, തലവേദന മാറ്റി, വേദന മാറ്റി, പ്രതിഫലം വാങ്ങി പെട്ടിയിലിടുക എന്നുള്ളതല്ല. ഹോമിയോപ്പതിയുടെ ഒരു ഹയർ പർപ്പസ്, ഹയർ മിഷൻ, സാമുൽ ഹനിയാൻ പറഞ്ഞ ഹയർ പർപ്പസ് നേടാൻ മാനവരാശിയെ പ്രാപ്തമാക്കുക. അതൊക്കെ ഇങ്ങനെയാണ്. ഇതിനൊക്കെ നമ്മൾ അതിനോട് കോറിലേറ്റ് ചെയ്യണം. ഉണ്ടോ, വ്യക്തികൾക്ക് സമൂഹമായിട്ടും കുടുംബമായിട്ടും ഒത്തുചേർന്നു പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അത്തരം ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഹയർ പർപ്പസ് നേടാൻ അവരെ പ്രാപ്തരാക്കുക. അത് ഹോമിയോപ്പതിയിലൂടെ മാത്രമേ സാധിക്കൂ. മറ്റൊരു സിസ്റ്റത്തിനും അതിനുള്ള പ്രാപ്തിയില്ല. അതുകൊണ്ട് നിങ്ങൾ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ തന്നെ ശരിയായ രീതിയിൽ ഗ്രഹിക്കുക, ശരിയായ രീതിയിൽ ഭാവിയിൽ പ്രയോഗിക്കുകയും ചെയ്യുക. നമുക്ക് ഹെപ്പാർ സൾഫറിൻ്റെ വളരെ വിലപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ഈ പരമ്പര, ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, പരിചയിച്ചിട്ടില്ലാത്ത സുഹൃത്തുക്കൾക്ക് ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.